ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു കോട്ടയം സ്റ്റൈൽ മീൻകറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം കുടംപുളി ഒന്ന് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു 10 അല്ലി വെളുത്തുള്ളി, ഒരു 20 ചുവന്നുള്ളി, ഒരു മീഡിയം സൈസ് ഇഞ്ചിയാണ്. ഇതൊക്കെ ഒന്ന് ചോപ്പ് ചെയ്തിട്ട് എടുക്കണേ. ചതച്ചെടുക്കരുത്, ചോപ്പ് ചെയ്തിട്ട് തന്നെ എടുക്കണേ. അതാണ് മീൻകറിൻ്റെ ഒരു ടേസ്റ്റൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു പാത്രത്തിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 4 ടീസ്പൂൺ മുളക് പൊടി, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കലക്കി മാറ്റി വെക്കണേ. പിന്നെ ഒരു ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ട് ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു 1/2 ടീസ്പൂൺ കടുക്, ഒരു 1/2 ടീസ്പൂൺ ഉലുവയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കണേ. അത് പൊട്ടി വരുമ്പോൾ നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച സാധനങ്ങളൊക്കെ ഒന്നിട്ട് അതും ഒന്ന് നന്നായിട്ട് ബ്രൗൺ നിറം വരെ ഒന്ന് വഴറ്റിയെടുക്കണേ. എന്നിട്ട് പൊടി കലക്കി വെച്ചതൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുത്ത് എണ്ണ തെളിഞ്ഞ് വരണം. ആ സമയത്ത് നമ്മൾ സോക്ക് ചെയ്യാൻ വെച്ച പുളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക. തിളച്ച് വരുന്ന സമയത്ത് ഒരു പച്ചമുളക്, കുറച്ച് കറിവേപ്പില, കഴുകി വൃത്തിയാക്കിയ മീൻ കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ഒരു 5 മിനിറ്റ് തിളച്ചതിന് ശേഷം നമുക്കൊന്ന് ചുറ്റിച്ചെടുക്കണേ. തവിയിട്ട് ഇളക്കരുത്, മീനൊക്കെ ഒന്ന് പൊടിഞ്ഞു പോകും. ഒന്ന് ചുറ്റിച്ചെടുക്കണേ 5 മിനിറ്റ് വേവിച്ചതിന് ശേഷം. അപ്പോൾ നമ്മൾ അടിപൊളി കോട്ടയം സ്റ്റൈൽ മീൻകറി റെഡി ചെയ്യണേ. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഒരു റെഡ് ഹാർട്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബായ്.